മധ്യ തിരുവിതാംകൂറിന്റെ താളവിസ്മയമായ കടമ്മനിട്ട പടയണിക്ക് തുടക്കമായി. പടയണി ഗ്രാമമായ കടമ്മനിട്ട ഇനി ഉറക്കമില്ലാത്ത രാവുകളിലേക്ക് ഉണരുകയാണ്. പ്രകൃതിദത്തമായ പച്ചപ്പാളികളിൽ വിരിയുന്ന വർണ്ണവിസ്മയങ്ങളും തപ്പിന്റെ താളവും ഇടകലരുന്ന ഈ അനുഷ്ഠാന കലയെ നെഞ്ചേറ്റാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ചരിത്ര പ്രസിദ്ധമായ കടമ്മനിട്ട ഭഗവതി ക്ഷേത്രമുറ്റം ഇനി പടയണിക്കോലങ്ങളാൽ നിറയും. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ കോലങ്ങൾ തയ്യാറാക്കുന്ന ജോലികൾ പണിപ്പുരകളിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. പ്രകൃതിദത്തമായ പച്ചപ്പാളകൾ ചെത്തിമിനുക്കി സ്വാഭാവിക വർണ്ണങ്ങൾ ചാലിച്ചാണ് കലാകാരന്മാർ വിസ്മയം തീർക്കുന്നത്. രണ്ട് ദിവസം തപ്പ് കാച്ചാതെ പച്ചത്തപ്പ് കൂട്ടി ഭഗവതി വിളിച്ചിറക്കുന്ന ആ ഒരു ചടങ്ങായിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്ന് ആദ്യ പടയണി കടമ്മനിട്ടയിൽ തുടങ്ങുകയാണ്. കടമ്മനിട്ടയിലെ പടയണിയോടുകൂടി മധ്യ തിരുവിതാംകൂറിന്റെ പടയണിക്കാലം അവസാനിക്കുകയാണ്. ഗണപതിക്കോലം മുതൽ ഭൈരവിക്കോലം വരെയുള്ള വൈവിധ്യമാർന്ന രൂപങ്ങൾ ഇത്തവണയും കളത്തിൽ ആവേശമാകും. പാരമ്പര്യത്തിന്റെ തനിമ ചോരാതെ പുതുതലമുറയും ഈ കലാരൂപത്തെ ഏറ്റെടുക്കുന്നു എന്നതിന് തെളിവാണ് പണിപ്പുരയിലെ യുവാക്കളുടെയും കുട്ടികളുടെയും സജീവ സാന്നിധ്യം. കാഞ്ഞിരമാല, സുന്ദരയക്ഷി, കുറത്തി, പരദേശി, ആഴിയടവി എന്നിങ്ങനെ വൈവിധ്യമാർന്ന കോലങ്ങൾ കളത്തിലെത്തും. കാലങ്കോലമുണ്ട്, സുന്ദരയക്ഷിയുണ്ട്, മറുതായുണ്ട്, പിശാചുണ്ട്. പിന്നെ സ്പെഷ്യൽ കോലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 6-ാം തീയതി മുതൽ ഉണ്ടാകും. 6-ാം തീയതി അടവി ഉണ്ടാവും. പിന്നെ അന്ന് പക്ഷിക്കോലം 6-ാം തീയതി മുതലേ ഉള്ളൂ. പിന്നെ അന്തര, അരക്കി അങ്ങനെ കിരീടമുള്ള കോലങ്ങൾ 6 മുതൽ ചെയ്യുന്നുണ്ട്. 8-ാം ദിവസമായ ഏപ്രിൽ 21-ന് 101 പാളഭൈരവി ഉൾപ്പെടെയുള്ള എല്ലാ കോലങ്ങളും കളത്തിലിറങ്ങുന്ന വലിയ പടയണി അരങ്ങേറും. 10-ാമതേ ദിനത്തിൽ ഭഗവതിയെ തപ്പുകുട്ടി ശ്രീലകത്തേക്ക് തിരികെ കയറ്റുന്നതോടെ ഈ വർഷത്തെ താളമേളങ്ങൾക്ക് സമാപനമാകും. ഭക്തിയും കലയും ഒത്തുചേരുന്ന കടമ്മനിട്ടയുടെ മണ്ണിൽ വീണ്ടും ഒരു പടയണിക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. പടയണി പദങ്ങളും തപ്പിന്റെ താളവും വരുന്നതോടെ ഗ്രാമം ഇനി ഉത്സവ ലഹരിയിലാകും. ക്യാമറമാൻ രതീഷ് മടമ്പിശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.